സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുള്ള പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ സ്ത്രീകൾക്ക് മാത്രമായി പിങ്ക് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു. KSRTC പ്രാരംഭഘട്ടമായി തിരുവനന്തപുരം നഗരത്തിലെ ടെക്നോ പാർക്ക് റൂട്ടിൽ ഇന്നലെ മുതൽ സർവീസ് തുടങ്ങി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായാണ് പിങ്ക് ബസ് സർവീസ് നടത്തുന്നത്. പിങ്ക് ബസിന് സർവീസ് നടത്തുന്നതിനായി KSRTCയിൽ അടുത്തിടെ എത്തിയ ലിങ്ക് ബസ്സുകളിൽ ഒന്നാണ് അനുവദിച്ചിരിക്കുന്നത്. ബസ്സിൽ കയറി സുനിഷ എല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാത്രിയിലും പുലർച്ചെയുമെല്ലാം തലസ്ഥാനത്തെത്തി വിവിധ ഇടങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകളിൽപ്പെട്ടവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇനി വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ വരെ ഇങ്ങനെ സുരക്ഷിതമായി ബസ്സിൽ യാത്ര ചെയ്യാം. അതാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പിങ്ക് ബസ്സിലൂടെ ആലോചിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഉള്ളതൊരു പിങ്ക് ബസ്സിലാണ്. നേരത്തെ പ്രിയദർശിനി ബസ്സെല്ലാം വലിയ ഹിറ്റായിരുന്നു. അതിന് പിന്നാലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായാണ് ഇത്തരത്തിലൊരു പിങ്ക് ബസ് കൂടി ഒരുക്കിയിരിക്കുന്നത്. നിരവധി സ്ത്രീകളെ കാണാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയദർശിനി ബസ് പോലെ ഫ്രീ അല്ല യാത്ര എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, സ്ത്രീകൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം എന്നുള്ളതാണ്. ചേച്ചി, പിങ്ക് ബസ് വന്നിരിക്കുന്നു, എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെ സന്തോഷം. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി UDF സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഒരു സൗജന്യ യാത്രയുമായി അതിനു പുറമെ ഇപ്പോൾ ഒരു സുരക്ഷിതമായ യാത്രയായി ഏറ്റവും അധികം സന്തോഷിക്കുന്നു. ഞാൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഈ ബഹുമാനത്തിൽ ഞാൻ സർക്കാരിന് ഏറ്റവും അധികം നന്ദി പറയുകയും അവർക്ക് ഏറ്റവും വലിയ അവരുടെ ഓരോ സംരംഭവും നല്ല വിജയകരമായി പ്രാബല്യത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതത്വ ബോധം അതിപ്പോൾ തോന്നുന്നുണ്ട് ഈ യാത്ര ചെയ്യുമ്പോൾ. അതെ, സുരക്ഷിതത്വമുണ്ട്, കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ രാത്രി ഇറക്കുമ്പോൾ ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ, വാഹനമില്ലാത്തവർ? നേരത്തെയും KSRTC ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത് സുരക്ഷിതമായിട്ട് നമ്മളെ കൊണ്ടാക്കും. ഇപ്പോൾ കുറച്ചുകൂടി താമസിച്ച് കുറച്ചുകൂടി രാത്രിയിലാകുമ്പോഴത്തേക്ക് ആ പേടി മാറിയിട്ട് കുറേ കൂടെ സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ടക്ടർ ചേച്ചി ഇവിടെയാണ്. ചേച്ചി, സാധാരണ രീതിയിൽ നമ്മൾ ബസ് ഓടിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഒരു സുരക്ഷിത യാത്ര, ഒരു സ്പെഷ്യൽ യാത്ര കൂടിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. പണ്ടുണ്ടായിരുന്ന ലേഡീസ് ഒള്ളി ബസ് പോലെ ഒരു പിങ്ക് ബസ് വീണ്ടും വരികയാണ്. അതും രാത്രികാല സർവീസും കൂടി ആയതുകൊണ്ട്, രാത്രികാലം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അല്ല, എന്നാലും രാത്രി 10 മണി എന്നൊക്കെ പറയുന്ന ഒരു നൈറ്റ് ടൈം ആണല്ലോ. ആ സമയത്തൊരു പിങ്ക് ബസ് സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ, സ്ത്രീകൾ മാത്രമായിട്ടൊരു ബസ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യാത്രാ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മാത്രം പലതും മാറ്റിവെക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം രാത്രിയിൽ യാത്ര ചെയ്യണ്ടേ, അതുകൊണ്ട് വേണ്ട എന്ന് സ്വീകരിക്കുന്ന ഒരുപാട്. കിഴക്കേക്കോട്ട മുതൽ ആറ്റിങ്ങൽ വരെയുള്ള യാത്രയാണ് അല്ലേ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത്? അതെ, ഫസ്റ്റ് ട്രിപ്പ് ആറ്റിങ്ങലാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം ഒന്ന് പറയാം ചേച്ചി? നമ്മൾ എത്ര മണി മുതലാണ് ഇവിടെ? ഇതിപ്പോൾ വൈകിട്ട് 4:30, അതായത് KSRTCയുടെ ടൈം അനുസരിച്ച് 16:30 മണിക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അവിടുന്ന് ആറ്റിങ്ങലിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രം, അത് കഴിഞ്ഞുള്ള 3 ട്രിപ്പ് ടെക്നോ പാർക്കിൽ. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.